ഇതിൽ ഒരു പരിഹാരവും ഇല്ലേ ജ്യോത്സ്യരെ? പരിഹാരം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പരിഹാരമുണ്ട്. പക്ഷേ ആ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്തു പരിഹാരവും ചെയ്യാം, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. പൂജയോ വഴിപാടോ എന്തായാലും കുഴപ്പമില്ല, ഞങ്ങളതെല്ലാം ചെയ്തോളാം. അങ്ങനെ പൂജയും വഴിപാടും കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അസുര നിഗ്രഹമാണ് വേണ്ടത്. അസുര നിഗ്രഹോ? ഒരു പുനർജന്മം നടക്കാൻ പോകുന്നു. 6 തലമുറയ്ക്കപ്പുറം പൂർവികരുടെ തിന്മ കാരണം ഇല്ലാതായി പോയ ഒരു ആത്മാവ്. തെളിച്ചു പറഞ്ഞാൽ പച്ച ജീവനോടെ കത്തിച്ചു കൊന്ന ഒരു ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ വന്ന് ജനിക്കാൻ പോകുന്നു. ജനിക്കാൻ പോകുന്നു എന്നല്ല, ജനിച്ചു കഴിഞ്ഞു. ജനിച്ചു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭൂമിയിൽ ജനിച്ചു എന്നല്ല, ഉദരത്തിൽ ജനിച്ചു എന്നാണ്. ഗർഭിണികളായ ആരെങ്കിലും ഇപ്പൊ തറവാട്ടിലുണ്ടോ? മകളും മരുമകളും പ്രഗ്നന്റ് ആയിരുന്നു. അതിൽ മകളുടെ പ്രഗ്നൻസി അബോട്ടായിപ്പോയി. എന്താ ജ്യോത്സ്യരെ? അത് വെറുതെ പോയതല്ല, ഇല്ലാതാക്കിയതാണ്. ഈ ദുരാത്മാവ് ആ കുട്ടിയുടെ വയറ്റിൽ ജന്മമെടുത്തത് മുതലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത്. ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇതിനൊരു പരിഹാരം ഉണ്ടെന്നല്ലേ ജ്യോത്സ്യം പറഞ്ഞത്? അതെന്താ? ഒരു പരിഹാരമേ ഉള്ളൂ. ആ ദുരാത്മാവ് നിങ്ങളുടെ തറവാട്ടിൽ ജനിക്കാൻ പാടില്ല. എന്താ ഇത്? ഒരു കുഞ്ഞ് ജനിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞിനായി പല നേർച്ചകളും വഴിപാടും ഒക്കെ നടത്തിയതാ അവർ രണ്ടുപേരും. അർച്ചനയ്ക്ക് സർവഗുണ സമ്പന്നനായ ഒരു ആൺകുട്ടി ജനിക്കുമെന്ന് അവിടുത്തെ പൂജാരിമാര് അനുഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ളതാ. എല്ലാം തെറ്റിപ്പോകും. നിങ്ങളാരും പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ആ ജനനം സർവനാശത്തിന്റെ തുടക്കമായിരിക്കും. ഇതിൽ നിന്ന് ആ വീടിനെയും അവിടെയുള്ളവരെയും രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കാതിരിക്കുക. ജനിക്കാത്ത കുഞ്ഞിന് ജാതകദോഷമുണ്ടോയെന്ന് വിവരദോഷികൾ ചോദിച്ചേക്കാം. ഇത് ജാതകദോഷമല്ല, പൂർവജന്മ പാപങ്ങളുടെ ഒഴുക്കാണ്. അതിലെല്ലാം തകർന്നു പോകും. ഇന്നുള്ളതെല്ലാം ഇല്ലാതാകും. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ആ ജനനം തടഞ്ഞേ പറ്റും. ഇപ്പോ നല്ല ഹോസ്പിറ്റലുകൾ ധാരാളം ഉണ്ടല്ലോ. പരിഹാരം ആ വഴിക്കുമാകാം. അയ്യോ ജ്യോത്സ്യരെ, കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ എങ്ങനെ അവരോട് പറയും? അതൊന്നും പറ്റില്ല. അല്ലാതെ എന്തെങ്കിലും പരിഹാരമാർഗമുണ്ടോ? ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. ഒരുപാട് കാലത്തെ ചികിത്സകൾ നടത്തി നിധി പോലെ കിട്ടിയ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളത്. അതിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ എങ്ങനെ പറയും? എന്തു വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ കണ്ടത് പറഞ്ഞു, അത്രേ ഉള്ളൂ.